لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. അർഹമർറാഹിമായ അല്ലാഹുവേ, നിന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു താ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം ഒരു മരത്തിലേക്ക്, വണങ്ങിയ മരത്തിലേക്ക് സ്പർശിച്ചപ്പോൾ ആ മരം പച്ചയായി എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹോദരൻ ലംറത്ത് അല്ലെ, ഈ രണ്ട് കുട്ടികൾ ഔത്തിരെ പിറവത്ത് കളിച്ചുകൊണ്ടുള്ള, ചെറിയ കിടാക്കളാകുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കും, പുറത്ത് പോയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടുള്ള. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമുണ്ട്, മുലക്കുഴി സഹോദരനാകുന്ന ലംറത്തുണ്ട്, രണ്ടാളും. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹലീമ ബീബി റളിയല്ലാഹു തആല അൻഹ ചൊല്ലു, ഞങ്ങൾ ഔത്തിലുള്ള. അങ്ങനെ പെട്ടെന്ന് എൻ്റെ ലംറത്താകുന്ന കിടാവ് ഓടിക്കൊണ്ട് വന്ന് ചൊല്ലു, ഉമ്മ, ഇന്ന അഖിൽ ഖുറശിയ ജാഅഹു റജുലാനി അലൈഹിമാ സൗബാനി അബിയല്ലാനി ഫഅഖദാഉ ഫഅൽജഅഹു വശഖാ ബത്നഹു. എൻ്റെ ഖുറൈശിയാകുന്ന സഹോദരൻ അഥവാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ആറാ രണ്ട് ആൾമാർ, രണ്ട് ബാലക്കാർ, രണ്ടാൾമാർ ബന്നറാറ്. അങ്ങനെ രണ്ടാളെ കയ്യിലും വെളുത്ത രണ്ട് വസ്ത്രമുണ്ട്, തുണിയുണ്ട്, മുണ്ടുണ്ട്. ആ വന്ന രണ്ടാളെ കയ്യിലും സൗബാനി അബിയല്ലാനി, വെളുത്ത രണ്ട് വസ്ത്രം ഉണ്ട്. അങ്ങനെ വെളുത്ത രണ്ട് വസ്ത്രം ധരിച്ച രണ്ടാള് എന്താക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നാൽ അങ്ങനെ രണ്ടാളും റസൂലുള്ളാഹിനെ പിടിച്ചിട്ട് ഫഅൽജഅഹു, രണ്ടാളും കടത്തിയാർ. ആരെ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അങ്ങനെ കടത്തിയിട്ട് വശഖാ ബത്നഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള നെഞ്ഞി കീറിയാറ്. ഈ വിഷയം ഹലീമ ബീവിനൊട്ടിಗೆ ഹലീമ ബീവിന്റെ മോണു ലംറത്ത് ചെന്നപ്പോ ഹലീമ ബീവി പേടിച്ചെത്തു. അതേപോലെ ഭർത്താവാകുന്ന ഹാരിസ് റളിയല്ലാഹു അൻഹു പേടിച്ചു. ഇതെന്തൊരു വിഷയ? ആറാ രണ്ടാൾ വന്നിട്ട് ഞങ്ങളുടെ ഖുറശിയാകുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടത്തിയാർ, എന്നിട്ട് നെഞ്ഞി കീറിയാറും ചെന്നപ്പോ രണ്ടാളും ഉമ്മയും ബാപ്പയും അഥവാ ഹലീമ ബീവിയും ഹാരിസ് റളിയല്ലാഹു അൻഹു രണ്ടാൾക്കും പേടിയായിത്തു. അങ്ങനെ ഓടിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മുട്ട വന്നപ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലു, റസൂലുള്ളാഹിന്റെ മുഖത്തുള്ള ആ നിറം ഷേപ്പ് എന്തായിട്ട് ചേഞ്ച് ആയിറ്, പകർച്ചയായിറ്. അങ്ങനെ കെട്ടിപ്പിടിച്ചൂടൻ കേട്ട, മോനെ എനിക്ക് എന്തായിട്ട്, എന്തൊരു വിഷയം എന്തോ ചെന്നിട്ടുണ്ട്, എന്തൊരു സംഭവം എന്തിനുണ്ട്, കംപ്ലീറ്റ് റസൂല പേടിച്ചിറ്, റസൂലുള്ളാഹിന്റെ മുഖം ചേഞ്ച് ആയിറ്. അപ്പോൾ എന്ത് വിഷയം എന്തോ ചെന്നപ്പോ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു, ആറാ രണ്ടാൾ വന്ന് എൻ്റെ കടത്തിയാറ്, കടത്തിയിട്ട് എൻ്റെ നെഞ്ഞെന്താക്കിയാറ്, കീറിയാറ്. എന്നിട്ട് ആ നെഞ്ഞിൽ നിന്നിട്ട് എന്തോ ഒരു സാമാണ് പുറത്തെടുത്തപ്പോൾ എനിക്ക് എന്തിനെട്ട് കൊന്നിട്ടില്ല, ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലത്ത് റസൂലുള്ളാഹിന്റെ നെഞ്ഞ് കീറിയത്. ഒരു വട്ടല്ല, ചെമ്മവട്ട, 3 വട്ടം, ഒന്ന് രണ്ടു. പിന്നെ ഒന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് കിട്ടിയപ്പ, അതേപോലെ ഇസ്രാ മിഅ്റാജ് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയില്ല, ആ സമയത്തും നെഞ്ഞ് കീറിയിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, രണ്ടത് മലായിക്കയാണ്, ഒന്ന് ജിബ്രീൽ ഇസ്ലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടത്തിക്കൊണ്ട് ഹബീബായ മുത്തുനബിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്ത് ആ നെഞ്ഞ് എന്താക്കി കീറി. എന്നിട്ട് ഹൃദയം പുറത്തെടുത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ആ ഹൃദയം പുറത്തെടുത്തിട്ട് ആ ഹൃദയത്തിൽ നിന്ന് കീറിയിട്ട് അതിനെന്താക്കി സംസ്കരിച്ചു, ഒരു മാംസകഷ്ണം എന്താക്കി തുണ്ടമാക്കിയിട്ട് മുറിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹാദാ ഹല്ലു ശൈത്വാനി മിൻക,
ഇത് ഷെയ്ത്താൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഷെയ്ത്താൻ കടന്നിട്ട് പല നിലക്കും വിശ്വാസിയാക്കുന്ന, അതേപോലെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഭാഗത്തെയാണ് മുറിച്ചെടുത്തത്. ഇത് ഷെയ്ത്താനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ആ ഒരു ഭാഗത്തെ എന്താക്കിയിട്ടുണ്ട്, ശുദ്ധീകരിച്ചിട്ടുണ്ട്. സംസം വെള്ളം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട ശരീരത്തെ എന്താക്കിയിട്ടുണ്ട്, ശുദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് ഹദീസ് പറയുന്നുണ്ട്. അങ്ങനെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊരു മാംസകഷ്ണം ഒഴിവാക്കുകയും ചെയ്തു. എന്നിട്ട് ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു, ഹാദാ ഹല്ലു ശൈത്വാനു മിൻക, ഇത് ഹബീബായ മുത്തുനബിന്റെ ശൈത്താൻ പ്രവേശിക്കുന്ന, ശൈത്താൻ വസ്വാസ് ചെയ്യുന്ന ഒരു വിഹിതമാണ്, ഒരു കഷ്ണമാണ് എന്താക്കിയിട്ടുണ്ട്, മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആ ഷറഫാക്കപ്പെട്ട ആ നെഞ്ഞി കഴുകുകയും അങ്ങനെ പരസ്പരം വീണ്ടും അതേ സ്ഥാനത്തേക്ക് എന്താക്കിയിട്ടുണ്ട്, ചേർത്തി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലു, റസൂലുള്ളാഹിന്റെ ഭാഗത്ത് നെഞ്ഞി ശരീരത്തിൽ അതാ തുന്നിപ്പൊടിച്ച ആ ഒരു അടയാളം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആ കുട്ടിക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ഞിക്കേറിയ ആ സംഭവമാണ് പറഞ്ഞത്. എന്നിട്ട് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പേടിച്ചു. കാരണം ഇവർ രണ്ടാൾക്കും സംഭവം അറിയൂല. ഭർത്താവാകുന്ന ഹാരിസ് റളിയല്ലാഹു അൻഹു പേടിച്ചു. കാരണം ജൂതന്മാരെന്ന് ചെയ്ത അങ്ങനെ ചിന്തിച്ചു, എന്തെങ്കിലും പറ്റിപ്പോകുമോ, അങ്ങനെ പേടിച്ചിട്ട് അവർ രണ്ടാളും ഒരു തീരുമാനത്തിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണം? ഇനി ഹബീബായ മുത്തുനബിയെ ഞങ്ങളെ കൂടെ നിർത്തണോ, അല്ല തിരിച്ച് ഏൽപ്പിക്കണോ? കാരണം രണ്ടാളും പേടിച്ചു. കാരണം ഈ സമയത്ത് ഇങ്ങനെ രണ്ടാൾ വരുന്നു, എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട് നെഞ്ഞു കീറുന്നു, കിടാവിൻ്റെ മുഖമാങ്ങൾ പകർച്ചയായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? ഞങ്ങളെ കൂടെ ഇങ്ങനെ താമസിപ്പിച്ചാൽ എന്തെങ്കിലും ഏറെക്കുറെ വന്നാൽ ഞങ്ങളതിലേക്ക് ഉത്തരവാദിയല്ലേ, എന്തു ചെയ്യും? അങ്ങനെ രണ്ടാളും ഒരു തീരുമാനമെടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി നാളത്തെ ക്ലാസ് എടുക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർറാഹിമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബ് നീ ശുദ്ധിയാക്കണേ റഹ്മാനെ. ആരോടും വഞ്ചനയില്ലാത്ത, പകയില്ലാത്ത നല്ല സ്വാഫായ ഖൽബാക്കണേ റഹ്മാനെ. ഈമാനും തഖ്വയും നിന്റെ ഖൗഫും ഞങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടു തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാഹ്, ഞങ്ങൾക്ക് നീ തുണയാകണം റഹ്മാനെ. ആര് കൈവിട്ടാലും, ആരാക്ഷേപിച്ചാലും, ആര് ചെറുതാക്കിയാലും റബ്ബാകുന്ന നീ ഞങ്ങളെ ബഹുമാനിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ ആദരിക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഒരാളെ മുമ്പിലും ഐബാക്കല്ല റഹ്മാനെ, ഒരാളെ മുമ്പിലും കുറവാക്കല്ല റഹ്മാനെ, ഒരാളെ മുമ്പിലും ഫളീഹത്താക്കല്ല റഹ്മാനെ. ഇസ്സത്തോടെ തഖ്വയോടെ ഈമാനോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ മഈശത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഹലാലായ സമ്പത്ത് നീ തരണേ റഹ്മാനെ. ഞങ്ങളെ പണിയിലും പാണിയത്തും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ലാഭങ്ങൾ നീ ഏറ്റേറ്റി തരണേ റഹ്മാനെ. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. السلام عليكم.